കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അർജുനെ ആ മൃത്യുദോഷത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്താ ചെയ്യുക? എന്ത് ചെയ്യും? എല്ലാ പ്രശ്നത്തിനും ഒരു തീർപ്പുള്ളതുപോലെ തന്നെ എല്ലാ ദോഷങ്ങൾക്കും ഉറപ്പായൊരു പരിഹാരവും മാർഗവും ഉണ്ടാവും. ഏതാണ് ആ മാർഗമെന്ന് തിരിച്ചറിഞ്ഞ് നാഗമാതാവിൽ നിന്ന് അർജുനെ രക്ഷിക്കണം. പ്രപഞ്ച രഹസ്യങ്ങൾക്ക് ആധാരമായ മന്ത്രതന്ത്ര വിധികളുമായി ബന്ധപ്പെട്ട സർവചരാചരങ്ങൾക്കും കാരണഭൂതനായ മഹാദേവന്റെ കോവിലിലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗമുള്ളത്. അതെ, ഉറപ്പായി അവിടെ തന്നെയാണ് ഇതിനുള്ള ഉത്തരം. പുരാതന കാലം തൊട്ടുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ ജീവന്റെ ഉറവിടം എന്താണെന്നുള്ളത് പല കഥകളിലും പലതാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അവന്റെ ലീലകളാണ്. ഇനി നടക്കാൻ പോകുന്നതും അവന്റെ ലീലകളാണ്. അത്ഭുതമായ ശക്തികൾ, എണ്ണിയാലൊടുങ്ങാത്ത മഹിമകൾ, ഇതെല്ലാം ആ ശിവക്ഷേത്രത്തിലുണ്ട്. ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിന് വലതുവശത്തായി ഒരു തുരങ്കത്തിന്റെ കവാടം കാണാം. ആ തുരങ്കത്തിലൂടെ പ്രവേശിച്ച് ഉള്ളിൽ ചെന്നാൽ മഹാദേവപുത്രിയായ മാനസാദേവിയുടെ ക്ഷേത്രം ദർശിക്കാനാകും. നാഗകുലം മുഴുവൻ ആരാധിക്കുന്ന ദേവിയാണത്. അങ്ങനെയുള്ള മാനസാദേവിയെ ദർശിച്ച ശേഷം ദേവിയിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചാൽ അതിൽ നിന്നും നാഗവംശത്തിൽ നിന്ന് പരിരക്ഷ മാത്രമല്ല, ഒരു കാലത്തും നാഗവംശത്തിൽ നിന്ന് ആയുർദോഷം ആർക്കും ഭവിക്കാതെ പോകും. എന്നാൽ ആ മാനസാദേവിയെ ദർശിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ച ഉടനെ ആ ഗുഹയ്ക്കുള്ളിലെ ഉഗ്രവിഷനാഗങ്ങൾ ആ ദേവിയെ പോയി ദർശിക്കാൻ അനുവദിക്കാതെ ആരൊക്കെ വന്നാലും ശരി അവരെ കൊല്ലാതെ വിടുകയേയില്ല. അവയിൽ നിന്നും രക്ഷപ്പെടുക ബുദ്ധിമുട്ടാണ്. നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഭക്തിയോടെ, നിറഞ്ഞ മനോധൈര്യത്തോടെ, കൂടെ നിറഞ്ഞ വിശ്വാസത്തോടെ ദേവീ ദർശനം സാധ്യമാക്കുന്നവനെ ഈ തടസ്സങ്ങളൊക്കെ നേരിട്ട് തിരികെ ജീവനോടെ പുറത്തിറങ്ങാൻ സാധിക്കും. കൂടാതെ ദേവിയുടെ അനുഗ്രഹവും ലഭിക്കും. ഇത്രയും മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഓരോ മാർഗവും അപകടം നിറഞ്ഞതാണ്. ഇതിങ്ങനെ തന്നെ നിന്റെ കഴുത്തിലേക്ക് കുത്തി ഇറക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. പക്ഷേ നിന്നെ ഇത്ര ഈസി ആയിട്ട് ചാകാൻ ഞാൻ അനുവദിക്കില്ല.
നിന്റെ വംശത്തിലുള്ളവർക്കും നിന്റെ രക്തബന്ധത്തിലുള്ളവർക്കും മാത്രമേ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാവൂ. എനിക്ക് അവിടെ പ്രവേശിക്കണമെങ്കിൽ നിന്റെ ആൾക്കാരുടെ സഹായം വേണം. ആ ഒരൊറ്റ കാരണം കൊണ്ടാ നിന്നെ ഞാൻ കൊല്ലാതെ ഇപ്പോഴും ജീവനോടെ വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? സാൻവി, ഇതിനു മുമ്പും നിന്നെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. നിന്റെ നല്ല സമയം ആയതുകൊണ്ട് നീ അന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പൊ നിനക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് നീ എന്റെ കയ്യിൽ വന്ന് കുടുങ്ങി. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ കിഡ്നാപ്പ് ചെയ്ത് പൂട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. മറ്റൊന്നും ആലോചിക്കാതെ എന്റെ വീട്ടിൽ തന്നെ വന്ന് വേഷം മാറി എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചത് വളരെ വലിയ തെറ്റായിപ്പോയി സാൻവി. എന്നെ ഉപദ്രവിച്ച് നരകയാതന തന്നത് മാത്രമല്ലാതെ ജീവനോടെയുള്ള ഞാൻ മരിച്ചുപോയെന്ന് പറഞ്ഞ എന്റെ വീട്ടിലുള്ള എല്ലാവരെയും നീ വേദനിപ്പിച്ചു സാൻവി. ഇത്രയും നെറുകേട് കാണിച്ച നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എപ്പോ നിന്റെ പിടിയിൽ നിന്ന് പുറത്തിറങ്ങിയോ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നിന്നെ എങ്ങനെ കൊല്ലുമെന്നാ ഞാൻ ചിന്തിച്ചിരുന്നത്. നിന്നെപ്പോലുള്ള രാക്ഷസികള് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ല, ജീവിക്കാൻ അർഹതയേ ഇല്ല. എന്താടി, നീ ഒരു പെണ്ണാണെന്നോർത്ത് നിന്നെ ഒന്നും ചെയ്യാതെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ നീയാ? ഇല്ല, ഞാൻ നിന്നെ കൊന്നോന്നിരിക്കട്ടെ, ഞാൻ അതിന് കാരണം ബോധിപ്പിച്ചു എന്നിരിക്കട്ടെ, പക്ഷെ അത് എന്റെയും നിന്റെയും വീട്ടുകാർ വിശ്വസിക്കില്ല. അതുകൊണ്ട് അവരെ എല്ലാവരെയും വിളിച്ച് അവരുടെ എല്ലാം മുന്നിൽ വെച്ച് നിന്നെ കൊണ്ട നടന്ന സത്യം എന്താണെന്ന് തുറന്ന് പറയിച്ച് നിന്റെ മുഖം മൂടി വലിച്ചു കീറി എന്നിട്ട് നിന്നെ ഞാൻ കൊല്ലും. അതോടുകൂടി നിന്റെ ചാപ്റ്റർ ക്ലോസ്. വിടില്ല ഞാൻ, നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഹലോ,
നീ എന്നെ എന്ത് ചെയ്യുന്ന? നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറയും. നീ വലിയ ബുദ്ധിശാലിന്നാ ഞാൻ വിചാരിച്ചേ. ഒരു മിനിമം കോമൺ സെൻസ് പോലും നിനക്കില്ലെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഏയ്, വലിയ ഷോ ഇറക്കി ഇവിടുന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കാണോ? എന്നെ കുറിച്ച് നീ എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാ അതിൽ നിന്ന് നഷ്ടം ഉണ്ടാകുന്നത് നിനക്ക് മാത്രമായിരിക്കും. ഇപ്പൊ ഞാൻ കാരണം നിന്റെ അനിയത്തിയുടെ ശാന്തി മുഹൂർത്തം മുടങ്ങിയാലോ? അതിന് കാരണക്കാരനായി നിൽക്കാതെ എന്റെ വഴിന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. ആദ്യം നാഗമാതാവ് കാരണം ശാന്തി മുഹൂർത്തം മുടങ്ങിയതാ. ഇനി ഒരിക്കൽ കൂടി മുടങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? പിന്നെ അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധം പോലും ബലഹീനമായി മാറും. ഇനിയിപ്പോ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് നാഗമാതാവ് ചിലപ്പോ അർജുനെ കൊന്നു കളഞ്ഞെന്നിരിക്കും. കല്യാണത്തിന്റെ 2ാം നാൾ ശാന്തി മുഹൂർത്തം നടക്കാതെ എന്റെ അനിയൻ മരിച്ചു പോയാൽ അതിനുശേഷം നിന്റെ അനിയത്തിയുടെ ജീവിതം എന്താകുന്നു ആലോചിച്ച് നോക്ക്. പോയിന്റ് നമ്പർ 2. ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് നിനക്കല്ലാതെ ഇവിടെ മറ്റാർക്കും അറിയില്ല. ഇപ്പൊ പെട്ടെന്ന് നീ ചെന്നിട്ട് ഞാനൊരു റൗഡിയാണ്, സാഡിസ്റ്റ് ആണ്, ഒരു കിഡ്നാപ്പറാണ്, ഒരു കൊലയാളി എന്നൊക്കെ പറഞ്ഞാലേ എന്റെ അമ്മ, അച്ഛൻ, എന്റെ അനിയൻ, എന്റെ ഭർത്താവ് ഇവരൊക്കെ എങ്ങനെ വിശ്വസിക്കുമെന്നാ നീ പറയുന്നേ? പോയിന്റ് നമ്പർ 3. ഒരുപക്ഷെ നിന്റെ ഭാര്യ, നിന്റെ സിസ്റ്റർ, നിന്റെ മുത്തശ്ശി ഇവരൊക്കെ വിശ്വസിച്ചെന്ന് വെച്ചോ, പിന്നെ 25 വർഷം പിരിഞ്ഞിരുന്ന നമ്മുടെ കുടുംബങ്ങൾ വീണ്ടും 2ആയി മാറും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞ നിന്റെ അനിയത്തി നിന്റെ വീട്ടിലാകോ അതോ എന്റെ വീട്ടിലാകോ? നിന്റെ കൂടെ ചേർന്ന എന്റെ അനിയനൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയില്ല, എന്റെ കൂടെയും നിൽക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിലോ അവളെ പിരിഞ്ഞ് നിനക്ക് നിൽക്കാനും കഴിയില്ല. എന്താ ശരിയല്ലേ? ഇനി പോയിന്റ് നമ്പർ 4. സപ്പോസ് നീ പറയുന്നത് എന്റെ ആളുകൾ വിശ്വസിച്ചൊന്നിരിക്കട്ടെ, അതിനുശേഷം എന്താ സംഭവിക്കുന്നറിയോ? ഇപ്പൊ കുറച്ചു നാൾക്ക് മുന്നെയാണ് എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. നാഗമാതാവ് അർജുനെ എപ്പോ കൊല്ലുമെന്നുള്ള ഭയത്തിലാണ് ഇപ്പൊ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു സിറ്റുവേഷനിൽ സ്വന്തം മോള് കൂടി മോശപ്പെട്ട ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പേടിച്ചിരിക്കുന്ന ഒരാള് ബാറ്ററി ഇല്ലാതെ നിന്നു പോകുന്ന ഒരു വാച്ചിനെ പോലെ അവരുടെ ഹൃദയവും നിന്നു. പോയിന്റ് നമ്പർ 5. നിനക്ക് അച്ഛനില്ലെന്ന നീയും എനിക്ക് മകൻ നഷ്ടപ്പെട്ടു പോയിന് മുത്തശ്ശിയും ഇങ്ങനെ വിഷമിക്കുമ്പോ ഈ കാര്യവും അവരറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ബലൂണില് സൂചി കുത്തുമ്പോ പൊട്ടുന്ന പോലെ തോന്നവരുടെ ഹൃദയം പൊട്ടും. ഇതുപോലുള്ള നിറയെ പോയിന്റ്സ് എന്റെ കയ്യിൽ ഇനിയുണ്ട്. ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും ഏത് ആംഗിളിൽ നോക്കിയാലും കഷ്ടപ്പെടുന്നതും നഷ്ടം വരുന്നതും നിനക്കും നിന്റെ അനിയത്തിക്കുമായിരിക്കും. എന്റെ അപ്പച്ചിയുടെ മകനാണെന്ന് അറിയാതെ ആ ക്ഷേത്രത്തിലെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്തു. അതറിയാമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഈ വിഷയം നിസ്സാരമായിട്ട് കണ്ടാൽ നിനക്ക് നല്ലത്. ഓക്കെ? വെറുതെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് വഴക്കുണ്ടാക്കിയും ദേഷ്യപ്പെട്ടിട്ടും ഒരു കാര്യമില്ല. സമയവും എനർജിയും വേസ്റ്റ് ചെയ്യുന്നത് തെറ്റാ. ഇപ്പോഴും സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. ആ ക്ഷേത്രത്തിന്റെ രഹസ്യം പറയും, പിന്നെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കും. നിന്നെ പോലെ വൃത്തികെട്ടോളം ചോദിച്ചാ ഞാൻ ഒന്നും പറയില്ല. ദേഷ്യമാണോ? കൂളായിട്ട് നിൽക്കുന്നേ. എന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ട് കൂടി ഒന്നും ചെയ്യാൻ പറ്റാതെ പാവം നീ ഫ്രസ്ട്രേഷനിലാണെന്ന് എനിക്കറിയാം. ഞാൻ പിന്നീട് നിനക്കിതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ? എന്നെപ്പറ്റി നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാ
അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് നിന്റെ അനിയത്തിയും നീയുമായിരിക്കും. അത് മനസ്സിലാക്കിക്കോ നീ. നീ ഒരു ബുദ്ധിശാലി ആയതുകൊണ്ട് നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും. പോയി പെട്ടെന്ന് ഉറങ്ങിക്കേ. നീ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് കാലാവസ്ഥയൊന്നും മാറാൻ പോകുന്നില്ല. പോയി കിടന്ന് ഉറങ്ങ്. പോകാൻ. ശകുന്തളാമ്മേ, അടുത്ത വർഷം ഈ വീട് നിറയെ നിങ്ങൾക്ക് പേരക്കുട്ടികൾ ഉണ്ടാവട്ടെ. ഒരുപാട് സന്തോഷം. എല്ലാരും കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. रक्षय नवाशन संचार दंडन निरादन आरंभ रक्षय नवाशन संचार अंधकष्ट चित्त बालकर्मणा ചിറ്റേ, ഗുളിക കഴിക്കാൻ ചിറ്റേ. ചിറ്റേ, 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 എന്താ പറ്റിയ ചിറ്റേ? എഴുന്നേക്ക്. എന്താ പറ്റി ചിറ്റേ? ചിറ്റേ എഴുന്നേക്ക്. ചിറ്റേ, ഏട്ടാ, മുത്തശ്ശി, ഭവാനി, ചിറ്റ കണ്ണു തുറക്കുന്നില്ല. ചിറ്റേ, ചിറ്റേ എഴുന്നേക്ക്. ചിറ്റേ, ആരെല്ലാം ഒന്ന് ഓടി വരണേ. ചിറ്റേ, ചിറ്റേ,
ചിറ്റ്, മുത്തശ്ശി ഒന്ന് ഓടി വാ. അമ്മേ, ചിറ്റ്, അമ്മേ, ചിറ്റ്. അമ്മേ, എന്തു പറ്റി? അമ്മേ, അമ്മേ, എന്തു പറ്റി? ശകുന്തളെ, മോളെ മോളെ ശകുന്തളക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയതാ? അപ്പച്ചി കണ്ണു തുറക്ക്. അപ്പച്ചി, അമ്മ, അമ്മേ, അപ്പച്ചി, അമ്മ എന്തു പറ്റി? ചേച്ചി എന്താ പറ്റിയത്? അമ്മേ, എടിക്കമ്മേ. എന്ത് പറ്റി? അമ്മ കണ്ണുറക്കമ്മേ. അമ്മേ, അമ്മ, അപ്പച്ചി അമ്മേ, തുറക്ക്. അമ്മ കണ്ണുറക്കമ്മേ. ശകുന്തളെ, അമ്മ എടിക്കമ്മേ. നിനക്ക് എന്ത് അമ്മേ. പറ്റിയതാ മോളെ?